ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ആദ്യത്തെ നോമ്പ് വിശേഷം കേട്ടോ. അപ്പോൾ ഇതാ 4 മണിക്ക് തന്നെ ഞാൻ എണ്ണയിട്ടിട്ടുണ്ട്. അപ്പോൾ അത്തായം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്തായൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി വണ്ടിയൊക്കെ ഒന്ന് ചാർജിന് കുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മളെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കേട്ടോ ഉള്ളത്. അതൊക്കെ എടുത്ത് ഞന്നങ്ങ് ക്ലീൻ ആക്കണം. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കൂടി തരിക, കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നോമ്പറക്കാനുള്ള സമയത്തുള്ള ഉച്ചക്ക് തന്നെ ഞാൻ കിച്ചണിലേക്ക് അങ്ങ് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം നല്ലോണം ചൂടാട്ടോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ എന്താ പറയുക, നല്ല ചൂടാണ്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഞാനങ്ങ് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഞാൻ കൊഞ്ച് കറിയും അതുപോലെ തന്നെ ഓട്ടുവത്തിലും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അങ്ങ് കൊഞ്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അടുത്തതായിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കിയത് ഓട്ടുപത്തിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇലയെല്ലാം പോയി വാങ്ങിയതാട്ടോ. മാർക്കറ്റിൽ പോയപ്പോൾ നമുക്ക് ഇല കിട്ടിയതാണ്. അത്ര വലിയ ഇല ഒന്നല്ല കേട്ടോ, ഒരു ചെറിയ ഇല തന്നെയാണ് കിട്ടിയത്. എന്നാലും വേണ്ടിയില്ല, നമുക്ക് ഓട്ടുപത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അരി ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് അരച്ചിട്ട് ഞാൻ തുണിയിലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഓട്ടുപത്തിൽ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഓട്ടുപത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് മിക്കവാറും ഓട്ടുപത്തിലൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഓട്ടുപത്തിൽ അങ്ങ് റെഡിയാക്കി വെക്കണം. എന്നിട്ട് എനിക്ക് ഇനി കട്ട്ലേറ്റും കൂടി അങ്ങ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഈ ഓട്ടുപത്തിൽ ഞാൻ 1 3 ഇട്ടിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയൊരു കല്ലാണ്, അപ്പോൾ നമുക്ക് 3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ കട്ട്ലേറ്റിന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ ഇനി ഞാൻ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എന്താ പറയുക, ലൈക്ക് അതുപോലെ തന്നെ കമൻറ്റും കൂടി അയക്കാം കേട്ടോ. കമൻറ്റ് അയക്കുമ്പോഴല്ലേ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഇതാ കട്ട്ലേറ്റ് അങ്ങ് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഈ തിരക്കിലുണ്ടല്ലോ, എൻ്റെ വീഡിയോസ് എടുത്തിരുന്നത് കുട്ടികളായിരുന്നു. പക്ഷേ എന്താ പറയുക, മുകളിലോട്ട് കൊണ്ടുപോയിട്ടൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ഒരു സൈഡിൽ തന്നെ ക്യാമറ നിൽക്കാത്തത് കേട്ടോ, പല സൈഡിലേക്കായിട്ട് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാ കട്ട്ലേറ്റും കൂടി അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ജ്യൂസ് എന്ന് പറയുന്നത് ഞാൻ ചെറുനാരങ്ങി അതുപോലെ പുതിനയും കൂടി ഇട്ടിട്ടുള്ള ഒരു ജ്യൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് വേവിച്ചിട്ടുള്ള ജ്യൂസ് കൂടി അങ്ങ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജ്യൂസ് 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നാരങ്ങ വെള്ളം എപ്പോഴും വേണം, നോമ്പ് കഴിയുന്നവരെ നാരങ്ങ വെള്ളം വേണം കേട്ടോ. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ജ്യൂസ് അങ്ങ് ഉണ്ടാക്കും. അപ്പോൾ ഇതാ വൈകുന്നേരം സമയമായിട്ടുണ്ട് കേട്ടോ, ആയിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാച്ചെങ്കിൽ പത്തിലിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ജ്യൂസെല്ലാം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 2 കാര്യങ്ങൾ ഒപ്പാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നാരങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മൾ ജഗ്ഗിലെല്ലാം ആക്കിയിട്ട് അങ്ങ് ടേബിളിനൊക്കെ അങ്ങ് വെക്കുന്നതാണ് കേട്ടോ. എന്താ വെച്ചാൽ ടേബിളിൽ അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോമ്പറന്നാൽ മതിയല്ലോ. പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് ആ ടൈമിൽ കൊണ്ടുപോയി വെക്കണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റിൻ്റെ ജ്യൂസും അങ്ങ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയമാവാനായിട്ടുണ്ട് കേട്ടോ, ഒരു 15 മിനിറ്റും കൂടിയാണുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കുഞ്ഞ് വീഡിയോ വിശേഷം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ജ്യൂസൊക്കെ ഒന്നങ്ങ് ഒഴിച്ച് വെക്കുകയാണ്. നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ്സിലും അതുപോലെ ജ്യൂസ് വേറൊരു ഗ്ലാസ്സിലാക്കിയിട്ട് അങ്ങ് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെറിയൊരു നോമ്പറുണ്ടായിരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ നല്ല
റാഹത്തായിട്ട് നമുക്ക് നോമ്പറക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാട്ടോ.